ഐ മേ ബി റോങ്ങിൽ. ഇപ്പം സാർ എഴുതിയ ഒരു പടം ഒരു ഓഡിയൻസ് കാണാൻ വരുമ്പോൾ അവർക്ക് മുൻകാല ചിന്തകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ലെഫ്റ്റ് അല്ലെങ്കിൽ ടിയാൻ അല്ലെങ്കിൽ എമ്പുരാൻ ലൂസിഫർ എല്ലാം ഒരു ഇപ്പം അതിനുശേഷം സാറിന് ഇപ്പോൾ അഭിമുഖം കണ്ടാൽ നമുക്കെല്ലാം ഒരു ബുദ്ധിജീവി ബ്രാക്കറ്റിൽ വരുന്ന ഒരു അങ്ങനെ ഒരു കൈൻഡ് ഓഫ് തോട്ട്സ് ഉള്ള സിനിമകളായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ്. അപ്പം സാറിന് എക്സ്പെക്ട് ചെയ്യുന്നതും അങ്ങനത്തെ പടങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു സാർ തുടങ്ങിയത് രസികൻ എന്ന് പറഞ്ഞ പടത്തിലാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു ടാഗ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം എനിക്കൊരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഇതെല്ലാം വലിച്ചു കയറി കളഞ്ഞ് ഒരു മേ ബി കുറച്ചുകൂടി ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു രസമുള്ള വേറൊരു കൈൻഡ് ഓഫ് പടം ഇതിൽ നിന്ന് എഴുതണം, അങ്ങനെ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ അത് ആൾക്കാർ എന്താ പറയുക അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ചിന്ത തോന്നിയിട്ടുണ്ടോ? രണ്ട് തരം റൈറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഓഡിയൻസ് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുന്ന ആൾക്കാർ. രണ്ടാമത്തത് നമുക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിയുന്നവർ. ഞാൻ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽപ്പെടുന്ന ആളാണ്. പക്ഷേ എൻ്റർടൈനേഴ്സിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണില്ല. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഒരു ഡ്യൂട്ടീസിൽ ഒന്നാണ്. അപ്പോൾ ഐ ഹാവ് ഓൾവേസ് സെഡ് ദിസ്, ഒരു കോണ്ടന്റ് ഇസ് ദ കിങ് എന്ന് പറയും, എന്നാൽ എൻ്റർടൈൻമെൻ്റ് ആണ് അതിൻ്റെ ക്രൗൺ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ നമ്മൾ ഈ ബുദ്ധിജീവി അങ്ങനെയുള്ള ബ്രാക്കറ്റ്സ് ഒക്കെ വെറുതെ ആട്രിബ്യൂട്ടഡ് സാധനങ്ങളാണ്. മനുഷ്യനുള്ള ബുദ്ധി മനുഷ്യർക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട്. അപ്പോൾ എല്ലാവരും ബുദ്ധിജീവികൾ തന്നെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. പിന്നെ എന്താ പറയുക, കുറച്ചൊരു ഓഫ് ദ കഫ് എന്ന് പറയുന്നതിന് ഓഫ് ദ ബീറ്റ് ആയിട്ടുള്ള തോട്ട്സ് മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് റിസ്കി പ്രൊപ്പോസിഷനാണ്. ആ റിസ്ക് എടുത്തിട്ടുള്ള ഒരാളാണ്, അത്രേ ഉള്ളൂ. ഒരുപാട് പേരങ്ങനെ ചെയ്തിട്ടുമുണ്ട്, ഞാൻ മാത്രമല്ല.